അസ്സലാമലൈക്കും. ഞാൻ എൻ്റെ ഒരു നെയ്യപ്പത്ത് ഇതാക്കുക പോയിട്ടുള്ളേ നെയ്യപ്പത്ത് ഒരു റെസിപ്പി ആക്കുക ആവശ്യം പുറത്തായി ഒരു നെയ്യപ്പം ആക്കിയിട്ട് അതൊരു റെസിപ്പി ഇടാനിട്ട് ഞാനത് 1.5 പാവ് അരി എടുത്തുകൊണ്ടേ 1.5 പാവ് അരി ചന്തതാണ് നനച്ച് വെച്ചിട്ട് കിട്ടുന്നത് അത് ചന്ത കലക്കിയിട്ട് കൂടെ കുറഞ്ഞ് വെച്ച് അത് എന്നൊരു മിക്സി ജാറിക്കിട്ട് കൊടുക്കുന്നതാണ്. അങ്ങനെ ഒരു ജണ്ടപ്പിണ്ടി തേങ്ങ അരച്ച് വെച്ചിട്ട് അതിൽ പാലെടുത്ത് വെച്ചിരുന്നതാണ്. ആ പാലെ ബീത്തി കൊടുക്കണം, തന്നി ബീത്തി കൊടുക്കില്ല. കല്ലുകിട്ടേൻ തേങ്ങ അരിയെല്ലാം ഒട്ടുകിട്ടണങ്ങ അത് മിക്സി ജാറിൽ തേങ്ങ എത്ര അരയില്ലല്ലേ കതി ഒളിട് അതിൽ ഇട്ട് കൊടുത്തിട്ടില്ല. ഫസ്റ്റ് മിക്സി ജാറിൽ അരച്ചിട്ട് ഒരു പാട്ട പാലെടുത്ത് വെച്ചിട്ട് തെല്ല് ബീത്തി കൊടുക്കുക. പിന്നെ തെല്ല് പൊളിഞ്ഞതിൽ വേണം ബീത്തിയല്ല എല്ലാം ബീത്തില്ല. ഞാൻ ഒരു പിണ്ടി ചോറ് ഇട്ട് കൊടുത്തേ. എനിക്ക് ഒരു മുട്ട ഒഴിച്ചിട്ട് ഇട്ട് കൊടുത്തേ. അതിൽ പിന്നെ ഒരു പിണ്ടി ചോറ് കയ്യിൽ ഞാൻ കയ്യിൽ എത്ര ഒരു പിണ്ടി ചോറ് മയ്യോടും ഒരു തെല്ല് ഉപ്പിട്ട് കൊടുത്തേ. അതെല്ലാം അരിഞ്ഞെത്ത് അതിനൊരു മിക്സി ജാറിക്ക് ബീത്തി കൊടുത്തേ. അതിലെല്ലാം അടിമേലാക്കി ഒരു ചക്കര ഏൽപ്പാട്ടി വെച്ചിട്ടിരുന്നു. ഞാൻ അതിലും ബീത്തി കൊടുത്തേ. അതെല്ലാം ചന്ത ബീത്തിട്ട് ഒരു സ്പൂണിൽ ചന്ത ഇതാക്കണം, അപ്പുറം ഇപ്പുറം ആക്കണം, ആറ്റിയിടുക. ഞാൻ മാത്രം ഇത് പിട്ട് കയ്യിൽ എടുത്തിട്ട് അതിൽ ചന്ത അപ്പുറം ഇപ്പുറം ആക്കി കൊടുത്തേ. അങ്ങനത്തെ അത് ഇത് ചക്കര പാക്ക പോലെ ചെന്ന് ഇങ്ങനെ അരിക്കണോ, ചക്കര പാക്ക പോലെ ഇങ്ങനെ അരച്ച് കൊടുക്കണോ. അങ്ങനെ അതെല്ലാം അരച്ചിട്ട് കൊടുത്തിട്ട് ഇത്ത് അതും റെഡി ആയിത്തൂടെ. അതിന് ചന്ത മിക്സ് ആക്കി കൊടുക്കുക. അത് ചന്ത മിക്സ് ആക്കണം. ചന്ത ചക്കര എല്ലാം പിട്ടെല്ലാം ഒരേ പോലെ മിക്സ് ആക്കി കൊടുക്കണം. അതിൽ ചന്ത അടിമേലാക്കി കൊടുത്തത് ഞാൻ അതിൽ മറ്റേ അടിമേലെല്ലാം ഇത്തത് ചന്ത മിക്സ് ആക്കി എടുത്തത് എണ്ണായി കൊടുത്തെല്ലാം സ്വാർത്ഥി പൊടി ഇട്ട് കൊടുക്കുക. ചെമ്മ ടേസ്റ്റ് ആവുന്നു. ഞങ്ങൾ ഇങ്ങനെ ആക്കുക. ചെമ്മ നമത്തെല്ലാം ആക്കിടാറ് ഇത് 4 നമത്തിൽ ആക്കിടാറ്. ഞങ്ങൾ മാത്രം ഇങ്ങനെ ഞങ്ങൾ ആക്കുക ഏപ്പം. ഞങ്ങൾ ചൊന്ന മൈദ പിട്ട് ഗോതരി പിട്ട് എന്തും ഞങ്ങൾക്ക് ഇടില്ല. അങ്ങനെ ആക്കിറപ്പം. അങ്ങനെ എണ്ണ കൂടെ ഫസ്റ്റ് ഇങ്ങനെ കായ വെച്ചിട്ടിന്ന് മെല്ലാക്കിട്ട് പിട്ട് റെഡിയാകുമ്പോൾ ഈ എണ്ണ വെച്ചിട്ടിന്ന് കായ ഇട്ട് ചെന്നിട്ടു എണ്ണ കാഞ്ഞ് തയ്ക്കും പിട്ട് വീത്തി കൊടുത്തേ. മറ്റേ നല്ല കായ ഇട്ട് നല്ല ഉറുകെല്ലാം നല്ല സോഫ്റ്റായിട്ട് കിട്ടുക. തിന്നകൊണ്ട് ടേസ്റ്റ് ആവിടും. ചക്കര ആൾത്തെന്തൊന്നും വെച്ചിട്ടില്ല. ചെന്ന ഞങ്ങൾ മധുരത്ത് വേനാക്കി തക്കുന്ന ചക്കര ഇട്ടു. ഞാൻ അങ്ങനെ ഒരപ്പം കാഞ്ഞിട്ട് എടുത്തേ. അങ്ങനെ ഒരപ്പം വീത്തി കൊടുക്കുറേക്ക് ഞാൻ ചെമ്മ ടേസ്റ്റ് അവിടെ തിന്നോകും. ഞങ്ങൾക്കെല്ലാം ഇഷ്ടമായി അപ്പം. പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഞാൻ ഇഷ്ടമാവുമെന്നിരിக்கிறேன். ഇഷ്ടമായിട്ട് നിങ്ങൾ എനിക്ക് ലൈക്ക് ആക്കുവോ, സപ്പോർട്ട് ആക്കുവോ, പുതിയതായിട്ട് നോക്കുறாங்க സബ്സ്ക്രൈബ് ആക്കുവോ. ഇതും കായ എടുത്തില്ല മെല്ലെ വെച്ച് കൊടുത്തില്ല. ചോറ് വെച്ച് നഞ്ച് നല്ല ബണല ഇരുമ്പുടെ ബണല പക്ക കരിരതില്ല അതിന് മെല്ലാക്കി വെച്ച് കൊടുത്തത്. കായൊക്കെ ഉപയോഗമായിരുന്നില്ല എനിക്ക് ഇതിൽ വെച്ച് കൊടുത്തതാണ്. ഇപ്പം ബദലേ വന്ന് ബീത്തി കൊടുക്കുറേന്ന മീഡിയമിൽ വെച്ചെങ്കിൽ മയ്യോട് ജോറാക്കി വെക്കൊണ്ടില്ല. ഇതിൽ നിങ്ങൾ ട്രൈ ആക്കി നോക്കുക. ഞങ്ങൾ ആക്കിയപ്പോലെ നല്ല ചെമ്മ ടേസ്റ്റ് ആവിടും. നല്ല എപ്പം റെഡി ആയിത്തൂടെ എത്ത് നല്ല സോഫ്റ്റായിട്ട് കിട്ടുക. എത്ത് എൻ്റെ അപ്പത്തെ റെസിപ്പി ഇത്തരേ. നാളത്തെ വീഡിയോയിലെല്ലാം കാണാം. എൻ്റെ മക്കൾക്കായിട്ട് ഞാൻ വെച്ചിരി അപ്പം ചെറിയതാക്കി താലമ്മ ചെന്നാണ് ചെറിയ ബീത്തി വെച്ച് കൊടുത്തത്. ചെറിയൊരു പ്ലേറ്റിൽ ഒരു പ്ലേറ്റ് അപ്പം ബീത്തി ഉണ്ട്. സോഫ്റ്റായിട്ടുണ്ട്. ചെറിയപ്പം നല്ല സോഫ്റ്റായിട്ടുണ്ട്. ചെമ്മ നല്ല ഒരു അപ്പം അത് കൊടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ഉണ്ട്. ഇത്തന്നെ എൻ്റെ വീഡിയോ ഇത്തരേ നാളത്തെ വീഡിയോയിൽ കാണാം.